എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കെമിസ്ട്രിയുടെ 4ാമത്തെ ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയാണ്. ഓക്കെ, ഇതുവരെ 120ഓളം മൂലകങ്ങൾ, എത്ര മൂലകങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളാണുള്ളത്. അതിൽ 90 മൂലകങ്ങൾ എന്താ പ്രകൃതിയിൽ കണ്ടുവരുന്നതാണ്. 118 മൂലകങ്ങളിൽ 90 മൂലകങ്ങൾ എന്താണ് പ്രകൃതിയിൽ കണ്ടുവരുന്ന മൂലകങ്ങളാണ്. ബാക്കിയുള്ളവ എന്താണ് കൃത്രിമ മൂലകങ്ങളാണ്. ഓക്കെ, 118 മൂലകങ്ങളുണ്ട്. അതിൽ 90 മൂലകങ്ങൾ പ്രകൃതിദത്ത മൂലകങ്ങളും ബാക്കിയുള്ളത് കൃത്രിമ മൂലകങ്ങളുമാണ്. ഓക്കെ, ഈ മൂലകങ്ങളെ ഉൾപ്പെടുത്തി ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മൂലക വർഗീകരണത്തിനുള്ള സമഗ്ര ഉപാധിയാണിത്. ഇതിനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അതായത് 118 മൂലകങ്ങളെയും വർഗീകരിച്ച് ടേബിൾ ആക്കിയതിനെ നമ്മൾ എന്ത് പറയുന്നു? പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്നു. ഹെൻറി മോസ്ലി തൻ്റെ പരീക്ഷണത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി. മോസ്ലി എന്ത് ചെയ്തു? അതിലെ മൂലകങ്ങളുടെ ഗുണങ്ങൾ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു. ആറ്റോമിക മാസ് ആണെങ്കിൽ അതാരാ? അത് ആറ്റോമിക മാസിനെ ആശ്രയിച്ചാണെന്ന് കണ്ടെത്തിയത് മെൻഡലിയഫും ആറ്റോമിക നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് ഹെൻറി മോസ്ലിയുമാണ്. അപ്പോൾ ഹെൻറി മോസ്ലി തൻ്റെ പരീക്ഷണത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ ടേബിൾ ഉൾപ്പെടുത്തി മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് അത് അറിയപ്പെടുന്നു. ഇനി അതിൻ്റെ ചരിത്രം നമുക്ക് നോക്കാം. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്നത് ലാവോസിയർ ആണ്. നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂലക വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്ന ആരാ? ലാവോസിയർ ആണ്. 1789 അന്ന് അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും വർഗീകരിച്ചു. 1789 789 എന്ത് ചെയ്തു? മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. എത്ര മൂലകങ്ങളെയാണ്? 30 മൂലകങ്ങളെയാണ് അദ്ദേഹം ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചത്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോൾ ഇവ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതാണ് എന്ത് ചെയ്തത്? ആ ഒരു ലാവോസിയർ കണ്ടുപിടിച്ച ആ ഒരു വർഗീകരണത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് എന്താ? ഉപലോഹങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചിരുന്നില്ല. ലാവോസിയയ്ക്ക് ശേഷം വർഗീകരണത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചത് ഡൊബറൈനറാണ്. ആരാണ്? ഡൊബറൈനർ. അദ്ദേഹം സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. അതായത് ഡൊബറൈനർ എന്ത് ചെയ്തു? 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവയെ എന്ത് പറയുന്നു? ത്രികകങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ 3 മൂലകങ്ങൾ ഉൾപ്പെടുത്തി ത്രികകങ്ങൾ കണ്ടുപിടിച്ച ആളാണ് ആര്? ഡൊബറൈനർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ 3 മൂലകങ്ങളെ അവർ പട്ടികപ്പെടുത്തി. അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അങ്ങനെ ഓരോന്നിനെ എന്ത് ചെയ്തു? ആര് വർഗീകരിച്ചു? ഡൊബറൈനർ വർഗീകരിച്ചു. അപ്പോൾ ത്രികകങ്ങൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ഡൊബറൈനറുടെയാണ്. ത്രികകങ്ങളിൽ 1ാമത്തെയും 3ാമത്തെയും മൂലകങ്ങളുടെ ആറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ ആറ്റോമിക മാസ്. അതായത് ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ആറ്റോമിക മാസിൻ്റെ സമ്മിൻ്റെ പകുതിയായിരിക്കും എന്ത് ചെയ്യുക? മധ്യത്തിൽ വരുന്ന സോഡിയത്തിൻ്റെ ഉണ്ടാവുക. അങ്ങനെയാണ് ത്രികകങ്ങൾ ആര് കണ്ടുപിടിച്ചത്? ഡൊബറൈനർ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? ആദ്യത്തേതും 3ാമത്തതിൻ്റെയും ആവറേജ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? മധ്യത്തിലുണ്ടാവുക. ആറ്റോമിക മാസ്. ആറ്റോമിക മാസും മൂലകങ്ങളുടെ സ്വഭാവവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിന് ഇത് സഹായിച്ചു. അപ്പോൾ ആറ്റോമിക മാസും മൂലകങ്ങളുടെ ബന്ധവും കണ്ടെത്തുന്നതിന് സഹായിച്ചത് ഡൊബറൈനറുടെ ത്രികകങ്ങളാണ്. ഓക്കെ, ആറ്റോമിക മാസും മൂലകങ്ങളുടെ ബന്ധവും. എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി ത്രികകങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു പരിമിതിയായിരുന്നു. എല്ലാം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ത്രികകങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. 1866 ഏതാ വർഷം? 1866 ന്യൂലാൻസ് അന്നറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. അപ്പോൾ 8ാമത് വരുന്ന മൂലകം എന്ത് ചെയ്തു? ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ന്യൂലാൻസ്. അഷ്ടക നിയമം ന്യൂലാൻസിൻ്റെയാണ്. അപ്പം അത് ഏത് വർഷം കണ്ടെത്തിയത്? 1866 ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്തു. അപ്പം ന്യൂലാൻസ് എന്ത് ചെയ്തു? സപ്തസ്വരങ്ങളുമായിട്ട്, അതായത് 1 കഴിഞ്ഞ്, അതായത് സാ കഴിഞ്ഞ് നമ്മൾ 8ാമതാണ് സാ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് 1ന് ശേഷം 8ാമത്തെ മൂലകം പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം സപ്തസ്വരങ്ങളുമായിട്ട് അതിനെ അദ്ദേഹം താരതമ്യം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിനെ അഷ്ടമ നിയമം, ലോ ഓഫ് ഒക്ടേവ്സ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതറിയപ്പെടുന്നത് എന്താണ്? അഷ്ടമ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റോമിക മാസ കൂടിയ മൂലകത്തിൽ ഇത് പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ ആറ്റോമിക മാസ കൂടിയ മൂലകത്തിൽ എന്ത് ചെയ്യുന്നില്ല? അഷ്ടക നിയമം പാലിക്കപ്പെടുന്നില്ല. അതൊരു പരിമിതിയായിരുന്നു. ഓക്കെ, ന്യൂലാൻസ് ഇങ്ങനെ എത്ര മൂലകങ്ങളെ വർഗീകരിച്ചു എന്ന് പറഞ്ഞാൽ 56 മൂലകങ്ങളെ. ഓക്കെ, 56 മൂലകങ്ങളെ ന്യൂലാൻസ് വർഗീകരിച്ചു.
ഇനി വർഗീകരണം പട്ടികയിലൂടെ. മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയത് റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ് ആണ്. അപ്പോൾ ആദ്യമായിട്ടൊരു ടേബിൾ ഉണ്ടാക്കുന്ന ആരാണ്? ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ് ആണ്, അല്ലെങ്കിൽ മെൻഡലിയേവ് ആണ്, റഷ്യൻ ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ടൊരു ടേബിൾ ഉണ്ടാക്കുന്നത്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്ന പേരിലാണ് മെൻഡലിയേവ് പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്? മെൻഡലിയേവ്. മൂലക വർഗീകരണത്തിൻ്റെ ചരിത്ര വഴികളിൽ നാഴികക്കല്ലായി മാറിയത് പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുമ്പോൾ 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് മൂലക വർഗീകരണത്തിൻ്റെ ചരിത്ര വഴികൾ നാഴികക്കല്ലായിട്ട് മാറിയത് എന്താ? 63 മൂലകങ്ങളെ മെൻഡലിയേവ് വർഗീകരിച്ചതാണ്. അപ്പോൾ മെൻഡലിയേവ് എത്ര മൂലകങ്ങളെ വർഗീകരിച്ചു? 63 മൂലകങ്ങളെ വർഗീകരിച്ച് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടൊരു പട്ടികയാക്കുന്നത് ആരാണ്? മെൻഡലിയേവ് ആണ്, റഷ്യൻ ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മെൻഡലിയേവ് ആണ്. മെൻഡലിയേവ് ആണ് പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ്. അതുപോലെ എത്ര മൂലകങ്ങളെ വർഗീകരിച്ചു? 63 മൂലകങ്ങളെയാണ് മെൻഡലിയേവ് വർഗീകരിച്ചത്. ഓക്കെ, ഈ മൂലകങ്ങളെ മെൻഡലിയേവ് ആറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ പട്ടികയിൽ വിന്യസിച്ചു. ഇങ്ങനെ വിന്യസിക്കുമ്പോൾ മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി മെൻഡലിയേവ് കണ്ടെത്തി. എന്താണ്? ഭൗതിക രാസഗുണങ്ങൾ ക്രമമായിട്ട് ആവർത്തിക്കുന്നതായിട്ട് കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ആരാണ്? മെൻഡലിയേവ് ആണ്. അപ്പോൾ മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? മെൻഡലിയേവിൻ്റെ പീരിയോഡിക് നിയമം എന്ന് പറയുന്നത്. ഓക്കെ, രാസഭൗതിക ഗുണം അതിൻ്റെ ആറ്റോമിക മാസിൻ്റെ ആവർത്തനങ്ങളാണെന്ന് കണ്ടെത്തി. മെൻഡലിയേവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ എന്തൊക്കെയായിരുന്നു? സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചു. സമാന ഗുണമുള്ള മൂലകങ്ങളെ എന്ത് ചെയ്തു? ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഓക്കെ, ഇത് രസതന്ത്ര പഠനം എന്താക്കി? എളുപ്പാക്കി. ചില മൂലകങ്ങൾ ആറ്റോമിക മാസുകളുടെ ആരോഹണക്രമം കൃത്യമായി പാലിച്ചില്ല. ചില മൂലകങ്ങൾ എന്ത് ചെയ്തില്ല? ആറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം കൃത്യമായി പാലിച്ചില്ല. ഇതിന് കാരണം ആറ്റോമിക മാസ് നിർണ്ണയത്തിലെ അപാകതയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പിന്നീട് ആറ്റോമിക മാസ് പുനർനിർണ്ണയത്തിന് ഇത് കാരണമാവുകയും ചെയ്തു. ഉദാഹരണം, ബെറിലിയത്തിൻ്റെ ആറ്റോമിക മാസ് 14 നിന്ന് 9 പുനർനിർണ്ണയിച്ചു. അതായത് മെൻഡലിയേവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ സമാന ഗുണമുള്ളത് ഒരു ഗ്രൂപ്പിലാക്കി. പിന്നെ എന്ത് ചെയ്തു? ചിലത് എന്ത് ചെയ്തില്ല? ആറ്റോമിക മാസിൻ്റെ ആരോഹണക്രമത്തിൽ വന്നിട്ടില്ല. പക്ഷെ അത് എന്തിൻ്റെ പ്രശ്നം കൊണ്ടാന്ന് പറഞ്ഞു? ആറ്റോമിക മാസ് കണ്ടെത്തിയതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ നിർണ്ണയിച്ചതിൻ്റെ അപാകതയാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? മെൻഡലിയേവ്. അതുകൊണ്ട് തന്നെ അത് പിന്നീട് പുനർനിർണ്ണയിക്കാൻ പറ്റി. അതിൻ്റെ എക്സാമ്പിളാണ് ബെറിലിയം 14 എന്തായിട്ട് മാറി? ആറ്റോമിക നമ്പർ 9 മാറി. മൂന്നാമത്തെ മേന്മ എന്താണ്? കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചുവിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. അതായത് ഇനി കണ്ടെത്താൻ പോകുന്ന മൂലകങ്ങളെ സ്ഥാനം ഒഴിച്ചിട്ട് പ്രവചിക്കുകയും ചെയ്തു. ഇതാണ് മെൻഡലിയേവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മ. ഒരേ ഗുണമുള്ളതിനെ എന്താക്കി? ഒരേ ഗ്രൂപ്പിൽ എഴുതി. പിന്നെ എന്ത് ചെയ്തു? ചിലത് ആരോഹണ ക്രമം പാലിച്ചില്ലെങ്കിലും അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു? ഞാൻ ആറ്റോമിക മാസ് കണ്ടെത്തിയതിൽ ചെറിയൊരു പോരായ്മയുണ്ട്, അതുകൊണ്ട് തന്നെ അതിനെ പിന്നീട് എന്ത് ചെയ്തു? പുനർനിർണ്ണയിച്ച് കണ്ടുപിടിക്കാൻ പറ്റി. പിന്നെ എന്ത് പറഞ്ഞു? ചില വരാൻ പോകുന്ന മൂലകങ്ങളെ സ്ഥാനം ഒഴിച്ചിടുകയും അതിനെ പ്രവചിക്കുകയും ചെയ്ത വ്യക്തിയാണ് മെൻഡലിയേവ് എന്ന് പറയുന്നത്. എത്ര മൂലകങ്ങളെയാണ് വർഗീകരിച്ചത്? 63 മൂലകങ്ങളെയാണ് മെൻഡലിയേവ് ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചത്. ഇനി എന്തൊക്കെയാണ് പരിമിതികൾ എന്ന് പറയുന്നത്? ഇത് 3 മേന്മകളാണ്. അതിൽ ഒരു മേന്മ മാത്രം നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്താ? ആരോഹണ ക്രമത്തിൽ പാലിച്ചില്ല. അപ്പോൾ പാലിച്ചില്ല എന്ന് പറയുന്നൊരു മേന്മയാണോ? പക്ഷെ പാലിച്ചില്ല എന്ന് പറഞ്ഞതിൻ്റെ കൂടെ അയാൾ എന്തും കൂടി പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കണ്ടെത്തിയതിൻ്റെ പോരായ്മയാണ്, അതുകൊണ്ട് പുനർനിർണ്ണയിക്കണം എന്നുള്ള രീതിയും കൂടി പറഞ്ഞിട്ടുണ്ട്. അതൊരു മേന്മയാണ്. ഇനി പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ എന്ത് ചെയ്തു? ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. നമ്മൾ ഒരേ ഗുണമുള്ളതിനെ ഒരേ ഗ്രൂപ്പിലാക്കി എന്ന് പറഞ്ഞൊരു മേന്മയാണ്. പക്ഷേ വളരെ വ്യത്യസ്തമുള്ള സാധനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സോഡിയം, പൊട്ടാസ്യം മുതലായ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ മുതലായ കാഠിന്യം കൂടിയ ലോഹങ്ങൾ ഉൾപ്പെടുത്തി. അതായത് വളരെ വ്യത്യസ്തമുള്ള സാധനങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അതൊരു പോരായ്മയാണ്. മൃദുലോഹങ്ങളുടെ കൂടിൽ ഏതും കൂടി ഉൾപ്പെടുത്തി? കാഠിന്യം കൂടിയ കോപ്പറും സിൽവറൊക്കെ ഉൾപ്പെടുത്തി. ഇനി ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ആർക്ക്? മെൻഡലിയേവിന് എന്ത് ചെയ്തില്ല? ഹൈഡ്രജന് ഒരു കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകി. അപ്പോൾ ഹൈഡ്രജൻ എവിടെയാണ് സ്ഥാനം നൽകിയെന്ന് ചോദിച്ചാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പമാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യത്തിൻ്റെ കൂടെ അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകി. പ്രത്യേകമായിട്ടൊരു സ്ഥാനം നൽകാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റിയില്ല. അതൊരു പോരായ്മയാണ്.
ആറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ നമ്മൾ പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു മേന്മയായിട്ട് പറഞ്ഞു. അത് എപ്പോഴാണ് പാലിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ എന്ത് പറഞ്ഞു, അത് ആറ്റോമിക മാസ് കണ്ടെത്തിയതിലെ പോരായ്മയെന്ന് പറഞ്ഞത് ഒരു മേന്മയാണ്. പക്ഷേ അത് ആരോഹണക്രമത്തിൽ കൃത്യമായി പാലിക്കാൻ കഴിയാത്തതൊരു പോരായ്മയുമാണ്. ഓക്കെ, കൊബാൾട്ട്, നിക്കൽ, ടെലൂറിയം, അയഡിനൊക്കെ അതിന് എക്സാമ്പിളാണ്. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പരിമിതികൾ എന്ന് വെച്ചാൽ ചില വ്യത്യസ്ത ഗുണമുള്ളതിനെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ മൃദുലോഹങ്ങളെയും കഠിന ലോഹങ്ങളെയും കൂടി ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. പിന്നെ എന്ത് പറഞ്ഞു, ഹൈഡ്രജന് ഒരു സ്ഥാനം കൊടുക്കാൻ പറ്റിയില്ല. ഹൈഡ്രജനെ ലോഹ ഗ്രൂപ്പിൽ, അതായത് സോഡിയം പൊട്ടാസ്യത്തിൻ്റെ കൂടെ അലോഹമായ ഹൈഡ്രജനെയും കൂട്ടിച്ചേർത്തു. പിന്നെ ആറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം എന്ത് ചെയ്തില്ല, എല്ലായിടത്തും കൃത്യമായിട്ട് പാലിക്കാൻ പറ്റിയില്ല. ഓക്കെ, പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നു. അതുപോലെ ഗ്രൂപ്പുകളിൽ മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. മൂലകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, രാസഭൗതിക സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരേപോലെ വിലങ്ങനെയുള്ള കോളങ്ങളെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. കുത്തനെയുള്ളത് ഗ്രൂപ്പ്, വിലങ്ങനെയുള്ളത് എന്താണ്, പീരീഡാണ്. ഇനി ആധുനിക പീരിയോഡിക് നിയമം. ആരാവിഷ്കരിച്ച ആധുനിക പീരിയോഡിക് നിയമം? നമ്മൾ നേരത്തെ പറഞ്ഞു, പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് മെൻഡലിയഫ് ആണ്. എന്നാൽ ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ആരാണ്? മോസ്ലിയാണ്. അപ്പോൾ 1869 മെൻഡലിയഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ രൂപപ്പെട്ടിരുന്നില്ല. അപ്പോൾ മെൻഡലിയഫ് രൂപപ്പെടുത്തിയ സമയത്ത് എന്തെങ്കിലും ആറ്റം ഘടനയോ അല്ലെങ്കിൽ ആറ്റത്തിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് നമ്മൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ മോസ്ലി തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് പരീക്ഷണമാണ്? എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമനമ്പർ നൽകി. അപ്പം മോസ്ലി ക്രമനമ്പർ നൽകിയത് ഏത് പരീക്ഷണത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെയാണ്. ഏത് പരീക്ഷണത്തിലൂടെ? എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. ഓക്കെ, എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ ക്രമനമ്പർ കൊടുത്തിട്ട് പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. ആര്? ഹെൻറി മോസ്ലി. അങ്ങനെ ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. മൂലകങ്ങളുടെ രാസഗുണവും ഭൗതിക ഗുണവും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണെന്ന് പറയുന്നതാണ് ആധുനിക പീരിയോഡിക് നിയമം. പീരിയോഡിക് നിയമം എന്താ? മാസിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. ആധുനിക പീരിയോഡിക് നിയമം എന്താ? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണെന്ന് പറഞ്ഞു. ഇത്രയാണ് നമുക്ക് വർഗീകരിച്ച ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ആരെ പറ്റിയാണ്? ആദ്യമായിട്ട് വർഗീകരിച്ചത് ലാവോസിയർ ആണ്. നമ്മൾ പറഞ്ഞു 1789 ലോഹങ്ങൾ അലോഹങ്ങളെന്നാക്കി, 30 മൂലകങ്ങളെയാണ് ലോഹങ്ങൾ അലോഹങ്ങളെന്ന് വേർതിരിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ അയാളുടെ പോരായ്മ എന്തായിരുന്നു? ഉപലോഹങ്ങൾ കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. പിന്നെ ആരായിരുന്നു? തൃകങ്ങൾ, ഡൊബ്രൈനറാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? 3 മൂലകങ്ങളെ ഗ്രൂപ്പ് ഓരോ പട്ടികയായിട്ട് തിരിച്ചു. അതിൽ ആദ്യത്തേതിൻ്റെയും അവസാനത്തിൻ്റെയും മാസിൻ്റെ ആവറേജാണ് നടുക്കത്തേന്ന് കണ്ടെത്തി. അതായത് ഒരു മൂലകത്തിൻ്റെ ഗുണവും മാസും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ വേണ്ടി ആർക്ക് പറ്റി? ഡൊബ്രൈനർ പറ്റി. പിന്നെ എന്ത് ചെയ്തു? പിന്നെയാണ് നമ്മളെ അഷ്ടമ നിയമം ആരാവിഷ്കരിക്കുന്നത്? ന്യൂലാൻഡ്സ് ആവിഷ്കരിക്കുന്നത്. അതായത് 1ാമത്തെ മൂലകത്തിൻ്റെയും 8ാമത്തെ മൂലകത്തിൻ്റെയും ഗുണങ്ങൾ ആവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നതാണ് അഷ്ടമ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അത് ആവിഷ്കരിച്ചത് 1866 അല്ലെങ്കിൽ സപ്തസ്വരങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത വ്യക്തിയാണ് ആര്? ന്യൂലാൻഡ്സ്. എത്ര മൂലകങ്ങളെ വർഗീകരിച്ചു? 56 മൂലകങ്ങളെ വർഗീകരിച്ചു. ഓക്കെ, പിന്നെ എന്ത് പറ്റിയില്ല? ബാക്കി നമ്മുടെ മാസ് കൂടുന്തോറും ബാക്കിയുള്ളതിനെ വർഗീകരിക്കാൻ ആർക്ക് പറ്റിയില്ല? ന്യൂലാൻഡ്സിൽ പറ്റിയില്ല. അതുപോലെ തന്നെ തൃകങ്ങൾ കണ്ടെത്തിയ ഡൊബ്രൈനറിൻ്റെ പോരായ്മ എന്താ? എല്ലാത്തിനെയും ഇതുപോലെ വർഗീകരിക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റിയിട്ടില്ല, ഡൊബ്രൈനറിനും പറ്റിയിട്ടില്ല. പിന്നീടാണ് ആര് വരുന്നത്? മെൻഡലിയഫ് വരുന്നത്. 1869 മെൻഡലിയഫ് പീരിയോഡിക് ടേബിൾ ആവിഷ്കരിച്ചു. എത്ര മൂലകങ്ങൾ ഉൾപ്പെടുത്തി? 63 മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പട്ടികയായിട്ട് തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുന്ന ആരാണ്? മെൻഡലിയഫ് ആണ്. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മെൻഡലിയഫ് എന്ന് പറയുന്നത്. പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച വ്യക്തിയാണ് മെൻഡലിയഫ്. അതായത് രാസഭൗതിക ഗുണങ്ങൾ ആറ്റോമിക മാസിൻ്റെ ആവർത്തനങ്ങളാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് മെൻഡലിയഫ് എന്ന് പറയുന്നത്. മെൻഡലിയഫിൻ്റെ മേന്മകൾ എന്തൊക്കെയായിരുന്നു ചോദിച്ചാൽ, അദ്ദേഹം ഒരേ ഗുണത്തിലുള്ളതിനെ ഒരു ഗ്രൂപ്പിൽ തിരിച്ചു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? ചില സാധനം എന്ത് ചെയ്തില്ല? ആരോഹണക്രമം, മാസിൻ്റെ ആരോഹണക്രമം പാലിച്ചില്ല. പക്ഷേ അത് പറഞ്ഞു നമ്മുടെ മാസ് കണ്ടെത്തിയതിൽ ചില മിസ്റ്റേക്കാണ്, അത് ഭാവിയിൽ എന്ത് ചെയ്യണം? പുനർനിർണ്ണയിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു മേന്മ എന്ന് പറയുന്നത് എന്താണ്? ഭാവിയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന മൂലകങ്ങളെ പ്രവചിക്കുകയും അതിനുവേണ്ടി സ്ഥാനം ഒഴിച്ചിടുകയും ചെയ്തു. എന്നാൽ പോരായ്മ എന്താ? ഒരേ ഗുണത്തിലല്ലാത്തവയും നമ്മൾ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അതായത് കഠിന ലോഹത്തെയും മൃദുലോഹത്തെയൊക്കെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ആരോഹണക്രമം പാലിക്കാൻ പറ്റിയില്ല. പിന്നതൊരു പോരായ്മ എന്ന് പറയുന്നത് എന്താണ്?
ഹൈഡ്രജന് കറക്റ്റായിട്ടുള്ളൊരു സ്ഥാനം നൽകിയില്ല. ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഹൈഡ്രജനെയും ഉൾപ്പെടുത്തി എന്നുള്ളതൊരു പോരായ്മയാണ്. പിന്നെയാണ് നമ്മൾ ഇതിനെ പരിഷ്കരിച്ച് ആര് വരുന്നത്? ഹെൻറി മോസ്ലി വരുന്നത് അല്ലേ? ഹെൻറി മോസ്ലി എന്ത് ചെയ്തു? ഇതിന് ക്രമ നമ്പർ കൊടുത്തു. ഏത് പരീക്ഷണത്തിലൂടെ? എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ. അങ്ങനെ ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. അതിലെന്താണ് പറയുന്നത്? രാസഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പും എടുത്തിട്ട് നോക്കാം. 1, 2 ഗ്രൂപ്പുകളിൽ നമ്മൾ പറഞ്ഞു എത്ര ഗ്രൂപ്പ് ഉണ്ട് ഒരു പീരിയോഡിക് ടേബിളിൽ? 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും 4 ബ്ലോക്കുകളാണ് ഉള്ളത്. അതിൽ 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. അതായത് ഒന്നാമത്തെ ഗ്രൂപ്പിലെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 1 ഇലക്ട്രോൺ ആയിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പിലെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോൺ ആയിരിക്കും. അതായത് 1, 2 ഗ്രൂപ്പിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. 1ാം ഗ്രൂപ്പ് മൂലകമാണ് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുമ്പോൾ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്? 1 ഇലക്ട്രോൺ. അതായത് അത് ഒന്നാമത്തെ ഗ്രൂപ്പാണ്. അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അതേപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരികയാണെങ്കിലും അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോൺ ഉണ്ടാവും. എന്നാൽ 13 മുതൽ 18 വരെ, എത്ര മുതലാണ്? 13 മുതൽ 18 വരെ ഗ്രൂപ്പിലെ 2ാം പീരീഡിലെ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. അതായത് ബെറിലിയം, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഈ ബോറോണിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ ഉണ്ട്. അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 13. എന്നാൽ 14ാം ഗ്രൂപ്പായ കാർബണിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4. അപ്പം 15ാം ഗ്രൂപ്പായ നൈട്രജൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്രയുണ്ട്? 5. ഇത് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ആ ഗ്രൂപ്പ് നമ്പറിനോട് 10 കുറച്ചാൽ ബാഹ്യതമ ഷെല്ലിലെ എന്ത് കിട്ടും? എണ്ണം കിട്ടും അല്ലേ? ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം ആ ഒരു ഗ്രൂപ്പ് നമ്പറിനോട് 10 കുറച്ചാൽ കിട്ടും. അതായത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം 10 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും. അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പറിനോട് 10 കുറച്ചാൽ എന്ത് കിട്ടും? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ കിട്ടും. എത്ര മുതലാണ്? 13 മുതൽ 18 വരെ. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിനോട് 10 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു വിലങ്ങനെയുള്ള കോളം, അതാണ് പീരീഡ്. എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡ് ഉണ്ട്. ഒരു മൂലകത്തിൻ്റെ ഷെല്ലുകളുടെ എണ്ണവും പീരീഡ് നമ്പറും തുല്യമായിരിക്കും. ഒരു മൂലകത്തിൻ്റെ ഷെല്ല് എത്ര ഷെല്ലുണ്ട്? KLMN അങ്ങനെ എത്ര ഷെല്ലുണ്ട്? അതും പീരീഡ് നമ്പറും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഹൈഡ്രജൻ നമുക്കറിയാം 1ാമത്തെ പീരീഡിലാണ്. എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 1 ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ? അപ്പോൾ പീരീഡ് 1 അപ്പോൾ ഒറ്റ ഷെല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി ലിഥിയത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പീരീഡ് 2. ലിഥിയം അപ്പോൾ എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ലുണ്ട്. അപ്പം ഒരു മൂലകത്തിൻ്റെ പീരീഡ് നമ്പറും ഷെല്ലുകളുടെ എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. നമ്മൾ പറഞ്ഞു 18 ഗ്രൂപ്പുകളാണുള്ളത് അല്ലേ? ആ 18 ഗ്രൂപ്പിന് എന്തുണ്ട്? ഓരോ പേരുണ്ട്. 1ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. 1ാമത്തെ ഗ്രൂപ്പ് എന്താ അറിയപ്പെടുന്നത്? ആൽക്കലി ലോഹങ്ങൾ. 2ാമത്തെ ഗ്രൂപ്പാണെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 1ാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ, 2ാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ സംക്രമണ ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. 3 മുതൽ 12 വരെ എന്തറിയപ്പെടുന്നു? സംക്രമണ ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. 13 എന്താണ്? ബോറോൺ കുടുംബം. 14 കാർബൺ കുടുംബം. 15 നൈട്രജൻ കുടുംബം. 16 ഓക്സിജൻ. 17 ഹാലജൻ. 18 ഉത്കൃഷ്ടവാതകങ്ങളുമാണ്. 1ാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹം, 2ാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹം. 3 മുതൽ 12 വരെ എന്താണ്? സംക്രമണ ലോഹങ്ങളാണ്. 13 എന്താണ്? ബോറോൺ കുടുംബം. 14 കാർബൺ കുടുംബം. 15 നൈട്രജൻ കുടുംബം. 16 ഓക്സിജൻ. 17 ഹാലജൻ കുടുംബം. 18 ഉത്കൃഷ്ടവാതകങ്ങളുമാണ്. പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജൻ്റെ സ്ഥാനം. പീരിയോഡിക് ടേബിളിലെ ഹൈഡ്രജൻ്റെ സ്ഥാനം എപ്പോഴും ചർച്ചയ്ക്ക് വിഷയമാണ്. നമ്മൾ പറഞ്ഞു എപ്പോഴും മുകളിലാണ് കൊടുത്തേക്കുന്നത്. മിക്ക പീരിയോഡിക് ടേബിളിലും ഹൈഡ്രജന് ആൽക്കലി ലോഹങ്ങൾക്ക് മുകളിലാണ് സ്ഥാനം നൽകിയിട്ടുള്ളത്. ആൽക്കലിയാണ് 1ാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് മിക്ക പീരിയോഡിക് ടേബിളിലും ഹൈഡ്രജന് സ്ഥാനം നൽകിയിരിക്കുന്നത്. ഓക്കെ. എന്നാൽ ഹൈഡ്രജൻ എന്താണ്? ഒരു അലോഹമാണ്. 1ാമത്തെ ഗ്രൂപ്പ് എന്താ അറിയപ്പെടുന്നത്? ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. ഹൈഡ്രജൻ ഒരു അലോഹമായിട്ട് കൂടി ആൽക്കലി ലോഹങ്ങൾ അല്ലെങ്കിൽ 1ാമത്തെ ഗ്രൂപ്പിൻ്റെ മുകളിലാണ് ഹൈഡ്രജനെ പ്ലേസ് ചെയ്തേക്കുന്നത്. ആൽക്കലി ലോഹങ്ങൾ ഏകാറ്റമായിരിക്കുമ്പോൾ ഹൈഡ്രജൻ ദ്വയാറ്റോമികവുമാണ്. അപ്പോൾ ഒരേപോലെ അല്ല കാണുന്നത്. ഒന്ന്
ഒന്നാമത്തെ ഗ്രൂപ്പ് എന്താ? ലോഹമാണ്. പക്ഷേ ഹൈഡ്രജൻ എന്താ? അലോഹമാണ്. അതുപോലെ ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ ഏകാറ്റോമികമായിരിക്കുമ്പോൾ ഹൈഡ്രജൻ എന്താ? ദ്വയാറ്റോമികമാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോമികമാണ്. ആൽക്കലി ലോഹങ്ങളെ പോലെ ചില രാസപ്രവർത്തന വേളയിൽ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൽക്കലി ലോഹങ്ങളിൽ ചില രാസപ്രവർത്തനങ്ങളിൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അതേസമയം ചില രാസപ്രവർത്തനങ്ങളിൽ ഹാലജനുകളെ പോലെ ഒരു ഇലക്ട്രോൺ നേടുകയും ചെയ്യുന്നു. അപ്പം ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു. അതേ ഹൈഡ്രജൻ ചില സമയങ്ങളിൽ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ എന്താ? ഹാലജൻ 17ാമത്തെ ഗ്രൂപ്പാണ്, അവർ ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഹൈഡ്രജനും എന്ത് ചെയ്യാണ്? ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആൽക്കലി ലോഹങ്ങളെല്ലാം ഖരാവസ്ഥയിലായിരിക്കുമ്പോൾ ഹൈഡ്രജൻ എന്താണ്? വാതകാവസ്ഥയിലാണ്. ആൽക്കലി ലോഹങ്ങൾക്ക് പൊതുവെ അയോണീകരണ ഊർജ്ജം കുറവായിരിക്കുമ്പോൾ ഹൈഡ്രജൻ്റെ അയോണീകരണ ഊർജ്ജം ഹാലജനുകളെ പോലെ ഉയർന്നതാണ്. ആൽക്കലി ലോഹങ്ങൾക്ക് അയോണീകരണ ഊർജ്ജം കുറവാണ്, എന്നാൽ ഹൈഡ്രജൻ എന്താണ്? ഹാലജൻസിനെ പോലെ അയോണീകരണ ഊർജ്ജം കൂടുതലാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകമാണ് റെഡോൺ. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം ഏതാ? റെഡോൺ ആണ്. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്ന 2 കമ്പാരിസൺ ആണ്. ഒന്ന്, ആൽക്കലി ഗ്രൂപ്പിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൽക്കലി ലോഹത്തിൻ്റെ മുകളിലാണ് ഹൈഡ്രജനെ നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. പക്ഷേ അവരും ഹൈഡ്രജൻ തമ്മിൽ വലിയ ഒരു ബന്ധവും ഇല്ല. ഓക്കെ, ആൽക്കലി ലോഹങ്ങൾ എന്താ? ലോഹങ്ങളാണ്. ഹൈഡ്രജൻ എന്താ? അലോഹമാണ്. ആൽക്കലി ലോഹങ്ങൾ അയോണീകരണ ഊർജ്ജം കുറവാണ്, എന്നാൽ ഹൈഡ്രജൻ എന്താണ്? അയോണീകരണ ഊർജ്ജം ഹാലജൻസിനെ പോലെ കൂടുതലാണ്. ആകെയുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? ചില രാസപ്രവർത്തന വേളയിൽ ആൽക്കലി ലോഹങ്ങൾ എന്തായാലും ഒരു ഇലക്ട്രോൺ കൊടുക്കുകയാണ് ചെയ്യുക. അതേപോലെ ഹൈഡ്രജനും കൊടുക്കുന്നു. പക്ഷേ ചില രാസപ്രവർത്തന വേളയിൽ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഹാലജൻസിനെ പോലെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ആൽക്കലി ലോഹങ്ങളൊക്കെ എന്താണ്? ഖരാവസ്ഥയിലാണ്. ഹൈഡ്രജൻ വാതകാവസ്ഥയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ആൽക്കലി ലോഹങ്ങൾ ദ്വയാറ്റോമികമാണ്. ഏകാറ്റോമികമാണ്. ഹൈഡ്രജൻ എന്താണ്? ദ്വയാറ്റോമികമാണ്. ഇത്രയും ഡിഫറൻസ് ആൽക്കലി ലോഹവും ഹൈഡ്രജനും തമ്മിൽ ഉണ്ട്. അപ്പം ആൽക്കലി ലോഹത്തിൻ്റെ ഒരു എന്ത് കിട്ടി? എങ്ങനെയാണ് സംഭവം കിട്ടി? അതായത് ലോഹങ്ങളാണ്, ഖരാവസ്ഥയിലാണ്, അയോണീകരണ ഊർജ്ജം കുറവാണ്, ഏകാറ്റോമികമാണ്. ആൽക്കലി ലോഹങ്ങൾ എന്താണ്? ഏകാറ്റോമികമാണ്. എന്നാൽ ഹൈഡ്രജൻ എന്താണ്? ദ്വയാറ്റോമികമാണ്, വാതകാവസ്ഥയിലാണ്, അയോണീകരണ ഊർജ്ജം കൂടുതലാണ്, അല്ലേ? എന്താണ്? അലോഹമാണ്. പിന്നെ ഇതിന് എന്താണ്? ഒരു ഇലക്ട്രോൺ ചില സമയങ്ങളിൽ കൊടുക്കുകയും ഒരു ഇലക്ട്രോൺ ചില സമയങ്ങളിൽ സ്വീകരിക്കും. അതായത് ഹാലജൻ്റെയും ആൽക്കലി ലോഹത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന മൂലകം ഏതാ? അത് റെഡോൺ ആണ്. 1, 2 ഗ്രൂപ്പുകളിലെയും 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിലെയും ആറ്റങ്ങളിലെ ഇലക്ട്രോൺ പൂരണത്തിൽ ക്രമാവർത്തന പ്രവണത കാണിക്കുന്നവയാണ്. ബാഹ്യതമ ഷെല്ലിൽ 1 മുതൽ 8 ഇലക്ട്രോണുകൾ അടങ്ങിയവയാണ് ഇവ. ഈ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ എന്ത് പറയുന്നു? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. അത് 1, 2, 13, 18 ഗ്രൂപ്പിലെ മൂലകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ പൂരണത്തിൽ ക്രമാവർത്തന പ്രവണത കാണിക്കുന്നുണ്ട്. ബാഹ്യതമ ഷെല്ലിൽ 1 മുതൽ 8 ഇലക്ട്രോൺ വരെയാണ് അവർക്ക് ഉണ്ടാവുക. ഓക്കെ, അതിനെ എന്ത് പറയുന്നു? പ്രാതിനിധ്യ മൂലകങ്ങൾ. അപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പിൽ അടങ്ങിയ മൂലകങ്ങളെയാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ 1, 2, 13 മുതൽ 18 വരെയുള്ള മൂലകങ്ങളെയാണ്. ഇനി എന്താണ് ഉത്കൃഷ്ടവാതകങ്ങൾ? പീരിയോഡിക് ടേബിളിൽ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളായ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ എന്നിവയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. അപ്പോൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ എന്നിവ എന്താണ്? ഉത്കൃഷ്ടവാതകങ്ങളാണ്. ഇവ ഏകാറ്റോമിക തന്മാത്രയാണ്. ഉത്കൃഷ്ടവാതകങ്ങൾ എന്താണ്? ഒരു ഏകാറ്റോമിക തന്മാത്രയാണ്. സാധാരണയായി മറ്റുള്ളവയുമായി സംയോജിക്കാത്തതിനാൽ ഇവയെ അലസവാതകങ്ങൾ, ഇനേർട്ട് ഗ്യാസസ് എന്നും വളരെ കുറഞ്ഞ അളവിൽ മാത്രം കണ്ടുവരുന്നതിനാൽ അപൂർവവാതകങ്ങളെന്നും റെയർ ഗ്യാസസ് എന്നും പറയുന്നുണ്ട്. അതായത് ഇനേർട്ട് ഗ്യാസസ് എന്നും റെയർ ഗ്യാസസ് എന്നും അറിയപ്പെടുന്ന ഏതാ? ഉത്കൃഷ്ടവാതകങ്ങളാണ്. ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ റെയർ ഗ്യാസസ്, അപൂർവവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ. ഓക്കെ, ഇനേർട്ട് അല്ലെങ്കിൽ റെയർ, അപൂർവം അല്ലെങ്കിൽ അലസം എന്നറിയപ്പെടുന്നു. അലസം എന്നറിയപ്പെടാൻ കാരണം എന്താ? മറ്റുള്ളവയുമായി സംയോജിക്കാത്തതുണ്ട്. വളരെ കുറച്ച് കാണപ്പെടുന്നതുകൊണ്ടാണിത് അപൂർവവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ എന്നിവ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഇവ. ഓക്കെ, ഹീലിയം സാന്ദ്രത വളരെ കുറഞ്ഞ വാതകമായതിനാൽ കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നു. അപ്പോൾ കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഹീലിയമാണ്. കാലാവസ്ഥാ ബലൂണുകളിൽ ഏതാണ്? ഹീലിയമാണ്. നിയോൺ വാതകം ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലസവാതകമാണ് നിയോൺ. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്? നിയോൺ ആണ്.
ഇനി വൈദ്യുത ബൾബുകളിലെ ഫിലമെൻറ്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ ആർഗൺ വാതകം നിറയ്ക്കാറുണ്ട്. അപ്പോൾ ഫിലമെൻറ്റ് ബാഷ്പീകരണം ഇല്ലാതാക്കാതി വേണ്ടിയിട്ട് എന്താ, ആർഗൺ ഉപയോഗിക്കുന്നു. ഫിലമെൻറ്റ് വൈദ്യുത ബൾബുകളിൽ ഫിലമെൻറ്റ് ബാഷ്പീകരിക്കാതിരിക്കാൻ ആർഗൺ ഉപയോഗിക്കുന്നു. റഡോൺ റേഡിയോ ആക്ടിവിറ്റി ഉള്ളതാണ്. റഡോൺ എന്താണ്? റേഡിയോ ആക്ടിവിറ്റി ഉള്ളതാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകമാണ് റഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ അലസവാതകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. അതിനറിയപ്പെടുന്ന മറ്റ് പേരുകളാണെന്ത്, അപൂർവവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ, അല്ലെങ്കിൽ വേറൊരു പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്നു. ഇനേർട്ട് ഗ്യാസസ്, റെയർ ഗ്യാസസ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, അതിലുള്ള ഏതൊക്കെ മൂലകങ്ങളാണെന്ന് പറഞ്ഞു. ഇത് ഏകാറ്റോമികമാണെന്ന് പറഞ്ഞു. നമ്മൾ കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്നത് ഹീലിയമാണെന്നും നമ്മൾ ഫിലമെൻറ്റ് ബാഷ്പീകരിക്കാതിരിക്കാൻ ആർഗണാണെന്നും അതുപോലെ തന്നെ ലാമ്പുകളിൽ നമ്മൾ ഓറഞ്ച് നിറം ലഭിക്കാൻ വേണ്ടിയിട്ട് നിയോൺ ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഏറ്റവും വളരെ കുറഞ്ഞ അളവിലുള്ളതാണ് റഡോൺ. റേഡിയോ ആക്ടിവിറ്റി സ്വഭാവമുള്ളതാണ് റഡോൺ എന്നും പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, 1-2 ഗ്രൂപ്പുകളിലെയും 3 മുതൽ 18 ഗ്രൂപ്പുകളിലെയും മൂലകങ്ങളെ നമ്മൾ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. കാരണം അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 1 മുതൽ 8 വരെയുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താ, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ എവിടെ പോയി? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ നമ്മൾ അറിയപ്പെടുന്നത് എന്താ, സാംക്രമിക ലോഹങ്ങൾ എന്നാണ്. സാംക്രമിക ലോഹങ്ങൾ. അപ്പോൾ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നതാണ് എന്ത്, 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ. ഏത് പേരിൽ അറിയപ്പെടുന്നത്? സംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ്. സംക്രമണ മൂലകങ്ങൾ എന്താ, ലോഹങ്ങളാണ്. അതുകൊണ്ടാണ് അതിന് സംക്രമണ ലോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകത എന്താ, അത് ലോഹങ്ങളാണ്. പിന്നെന്താ, ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. സംക്രമണ മൂലകങ്ങൾ എന്ത് ചെയ്യുന്നു? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ഗ്രൂപ്പുകളിലും പിരീഡുകളിലും ഇവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. ഗ്രൂപ്പുകളിൽ മാത്രമല്ല, പിരീഡുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? സംക്രമണ മൂലകങ്ങൾ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നുണ്ട്. അപ്പം സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ, ഇവ ലോഹങ്ങളാണ്. പിന്നെന്താ, പിരീഡിലും ഗ്രൂപ്പിലും രാസഗുണങ്ങളിൽ സമാനത കാണിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം, പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും അടിയിലായിട്ട് 2 കോളങ്ങൾ ഇങ്ങനെ നീളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അതാണ് ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും, ഇല്ലേ? പീരിയോഡിക് ടേബിളിലെ 6ാമത്തെ പീരീഡിൽ, 6ാമത്തെ പീരീഡും 7ാമത്തെ പീരീഡും തന്നെയാണ് ലാസ്റ്റ് കാണിച്ചേക്കുന്ന 2 എണ്ണം. ഓക്കെ, അപ്പോൾ 6ാമത്തെ പീരീഡിലെ 57 മുതൽ 71 വരെ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾക്ക് എവിടെയാണ് സ്ഥാനം നൽകിയിരിക്കുന്നത്? താഴെയാണ്. അതുപോലെ 7ാമത്തെ പീരീഡിൽ 89 മുതൽ 103 വരെ കൊടുത്തേക്കുന്നത് താഴെയാണ്. ഓക്കെ, ഇത്തരത്തിലെ മൂലകങ്ങൾ നമ്മൾ ആണ് എന്ത് പറയുന്നത്? അന്തഃസംക്രമണ മൂലകങ്ങൾ. അതായത് താഴത്തെ ഈ 2 മൂലകങ്ങളെ എന്ത് പറയുന്നു? അന്തഃസംക്രമണ മൂലകങ്ങൾ. അന്തഃസംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നു. 6ാം പീരീഡിൽ ഉൾപ്പെടുന്ന ലാന്താനം മുതൽ ലുട്ടേഷൻ വരെയുള്ള അന്തഃസംക്രമണ മൂലകങ്ങളെ ലാന്തനോയിഡുകൾ എന്ന് പറയുന്നു. എത്ര ആറ്റോമിക് നമ്പർ തൊട്ടാ? 57 മുതൽ 57 മുതൽ 71 വരെ. ലാന്താനം, ലുട്ടേഷ്യം. ലാന്താനം അപ്പോൾ 57, ലുട്ടേഷ്യമാണ് 71. അപ്പോൾ 57 മുതൽ 71 വരെ, അല്ലെങ്കിൽ ലാന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ള അന്തഃസംക്രമണ മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാന്തനോയിഡ് എന്ന് പറയുന്നത്. എന്നാൽ 89 മുതൽ 103 വരെ, എത്ര മുതലാണ്? 89 മുതൽ 103 വരെയുള്ള മൂലകങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ആക്ടിനോയിഡ്. അല്ലെങ്കിൽ എവിടെ തൊട്ട്? ആക്ടീനിയം തൊട്ട് ലോറൻഷ്യം വരെയുള്ള മൂലകങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? 7ാമത്തെ പീരീഡിൽ ആക്ടിനോയിഡ് എന്ന് പറയുന്നു. ആറ്റോമിക നമ്പറും സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് ചെയ്യുന്ന മൂലകങ്ങളുടെ പേരും ഏത് പീരീഡാണെന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ലാന്തനോയിഡ് കാണപ്പെടുന്ന ഏതിലാണ്? ലാന്തനോയിഡ് 6ാമത്തെ പീരീഡിൽ. ആക്ടിനോയിഡ് കാണപ്പെടുന്ന എവിടെയാണ്? അത് 7ാമത്തെ പീരീഡിലാണ്. ലാന്തനോയിഡ് 6ാമത്തെ പീരീഡ്, ആക്ടിനോയിഡ് 7ാമത്തെ പീരീഡ്. ലാന്താനം മുതൽ ലുട്ടേഷ്യം വരെയാണ് ലാന്തനോയിഡ് ഉള്ളത്. ലാന്താനം മുതൽ ലുട്ടേഷ്യം 57 മുതൽ 71 വരെ. എന്നാൽ ആക്ടിനോയിഡ് കാണപ്പെടുന്നത് ആക്ടീനം തൊട്ട് ഏത് വരെയാ? ലോറൻഷ്യം വരെ. ആക്ടീനം തൊട്ട് ലോറൻഷ്യം വരെ. ആറ്റോമിക് നമ്പർ 89 തൊട്ട് 103 വരെ. 89 തൊട്ട് 103 വരെയാണ് ആക്ടിനോയിഡുകൾ കാണപ്പെടുന്നത്. ഓക്കെ, ഇതിനെയാണ് പൊതുവായിട്ട് അറിയപ്പെടുന്ന പേരെന്താ? അന്തഃസംക്രമണ മൂലകങ്ങൾ. അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. ലാന്തനോയിഡുകൾ, അതായത് 6ാമത്തെ ഗ്രൂപ്പിലെ 57 മുതൽ 71 വരെ, ലാന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ള മൂലകങ്ങളെ റെയർ എർത്ത്സ് എന്നും അറിയപ്പെടുന്നു. ലാന്തനോയിഡുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? റെയർ എർത്ത്സ് എന്നറിയപ്പെടുന്നു. ആക്ടിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. ആക്ടിനോയിഡിൽ മനുഷ്യനിർമ്മിത മൂലകം എന്തിനു ശേഷം? യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ
മനുഷ്യനിർമ്മിത മൂലകങ്ങളാണ്. ഓക്കെ, 89 മുതൽ 103 വരെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? യുറേനിയം ഉണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള മൂലകങ്ങൾ എന്താ? മനുഷ്യനിർമ്മിത അല്ലെങ്കിൽ കൃത്രിമ മൂലകങ്ങളാണ്. ഏതിൽ? ആക്ടിനോയിഡിൽ. അല്ലെങ്കിൽ ഓക്കെ, റെയർ എർത്ത് എന്നറിയപ്പെടുന്ന ഏതാ? ലാന്തനോയിഡുകളാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അതായത് നമ്മളെ ഇപ്പോഴത്തെ PSCയിൽ ഈ പീരിയോഡിക് ടേബിളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഗ്രൂപ്പിൻ്റെയും പീരീഡിൻ്റെയും സവിശേഷതകളാണ്. വലത്തോട്ട് പോകുമ്പോൾ താഴോട്ട് പോകുമ്പോൾ അതിനെ വരുന്ന മാറ്റങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അതിൻ്റെ കാര്യമാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് പഠിക്കാം. പീരിയോഡിക് ടേബിളിൽ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള കോളങ്ങൾ. ആ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്നും താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ആറ്റത്തിൻ്റെ വലുപ്പവും വർദ്ധിച്ചു വരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താ? പീരീഡിൻ്റെ എണ്ണമാണ് ഷെല്ലുകളുടെ എണ്ണം. ഷെല്ലുകളുടെ എണ്ണവും പീരീഡിൻ്റെ എണ്ണവും തുല്യമാണ്. അപ്പോൾ താഴേക്ക് പോകുന്നതോറും എന്താ? പീരീഡിൻ്റെ എണ്ണം കൂടുക. 1, 2, 3, 4 അങ്ങനെ 7 വരെ പോവുകയാണ്. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ആറ്റത്തിൻ്റെ വലിപ്പവും വർദ്ധിക്കുന്നു. അതായത് ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, അതേപോലെ തന്നെ ആറ്റത്തിൻ്റെ വലിപ്പവും കൂടുന്നു. ഇനി പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ, നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. ഇനി പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. വലത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അതനുസരിച്ച് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളിൽ മേലുള്ള ആകർഷണ ബലവും കൂടുന്നു. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ആകർഷണ ബലം കൂടും. ഇത് ഇലക്ട്രോണുകൾക്ക് മേലുള്ള. അതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഒന്ന് പറയാനുള്ള എന്താ? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. എന്നാൽ പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. എന്തുകൊണ്ടാണ് കുറയുന്നത്? വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ഊർജ്ജം കൂടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആകർഷണ ബലം കൂടുന്നു. ഓക്കെ, അപ്പോൾ വലത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, ആകർഷണ ബലം കൂടുന്നു, വലിപ്പം കുറയുന്നു. അടുത്തതാണ് ആറ്റോമിക ആരം. ആറ്റത്തിൻ്റെ വലിപ്പം പ്രസ്താവിക്കുന്നതിനുള്ള ഒരു രീതിയാണ് ആറ്റോമിക ആരം. ആറ്റത്തിൻ്റെ വലിപ്പം പറയുന്നത് ആറ്റോമിക ആരം ഉപയോഗിച്ചാണ്. ന്യൂക്ലിയസിൻ്റെ കേന്ദ്രബിന്ദു മുതൽ ഏറ്റവും പുറത്തുള്ള ഷെല്ലിലേക്കുള്ള ദൂരമാണ് ആറ്റോമിക ആരം. കേന്ദ്രബിന്ദു മുതൽ പുറത്തേക്കുള്ളത് വരെ ആറ്റോമിക ആരം എന്ന് പറയുന്നു. ആറ്റത്തിൻ്റെ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആറ്റോമിക ആരം കൂടുന്നു. ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ആറ്റോമിക ആരം കൂടുന്നു. നമ്മൾ പറഞ്ഞു എന്താ? മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും എന്ത് ചെയ്യാണ്? ഷെല്ലുകളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ആറ്റോമിക ആരം എന്ത് ചെയ്യും? കൂടും. അതായത് ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നാണ് അർത്ഥം. എന്നാൽ പീരീഡിൽ എന്താണ്? ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും വലിപ്പം കുറയാണ്. എന്തുകൊണ്ട്? അയോണീകരണ ഊർജ്ജം കൂടുകയും ആകർഷണ ബലം കൂടുകയും ചെയ്യുന്നു. ചാർജുള്ള ആറ്റങ്ങളെ എന്ത് പറയുന്നു? അയോണുകൾ എന്ന് വിളിക്കുന്നു. ചാർജുള്ള ആറ്റങ്ങളാണ് അയോണുകൾ. സോഡിയം അയോണും ക്ലോറൈഡ് അയോണുമാണ് ഉള്ളത്. ഈ എന്നിട്ടാണ് ഉണ്ടാകുന്നത്? സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. ലോഹങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് പോസിറ്റീവ് അയോണുകളാകുന്നു. ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് അയോണീകരണ ഊർജ്ജം. അപ്പം എന്ത് ചെയ്യുന്നു? ചാർജുള്ള ആറ്റത്തെ നമ്മൾ അയോൺ എന്ന് വിളിക്കുന്നു. അതായത് ലോഹങ്ങൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് പോസിറ്റീവ് ചാർജ്, അതായത് പോസിറ്റീവ് ചാർജ് കിട്ടുന്ന ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴും സ്വീകരിക്കുമ്പോൾ നെഗറ്റീവ് ചാർജുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജത്തെ എന്ത് പറയുന്നു? അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നു. ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാനുള്ള ഊർജ്ജമാണെന്ത്? അയോണീകരണ ഊർജ്ജം. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് ആ മൂലകത്തിൻ്റെ അയോണീകരണ ഊർജ്ജം. നമ്മളെന്താ പറഞ്ഞത്? ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജത്തെ നമ്മൾ എന്ത് പറയുന്നു? അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നു. അത് ഡെഫിനിഷനായി പറഞ്ഞപ്പോൾ എന്താണ്? വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് ആ മൂലകത്തിൻ്റെ അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നത്. അയോണീകരണ ഊർജ്ജം എന്തിനേക്ക് ആശ്രയിച്ചിരിക്കുന്നു? ന്യൂക്ലിയർ ചാർജിനെയും ആറ്റത്തിൻ്റെ വലിപ്പത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അയോണീകരണ ഊർജ്ജം ന്യൂക്ലിയർ ചാർജിനെയും ആറ്റത്തിൻ്റെ വലിപ്പത്തെയും. അപ്പോൾ ആലോചിക്കുക, വലത്തോട്ട് പോകുമ്പോൾ, അതായത് പീരീഡിൽ നിന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്, വലിപ്പം എന്ത് ചെയ്യാണ്? കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അയോണീകരണ ഊർജ്ജം ആശ്രയിക്കുന്ന എന്തിനാണ്? ന്യൂക്ലിയർ ചാർജിനെയും ആറ്റത്തിൻ്റെ വലിപ്പത്തെയുമാണ്. അതായത് നമ്മൾ വലിപ്പം കൂടുന്തോറും എന്ത് ചെയ്യും? ആകർഷണ ബലം കുറഞ്ഞു വരും അല്ലേ? അപ്പോൾ ന്യൂക്ലിയർ ഊർജ്ജം കൂടുന്തോറും എന്ത് ചെയ്യും? ആകർഷണ ബലം കൂടും. അപ്പോൾ ആകർഷണ ബലം കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അയോണീകരണ ഊർജ്ജം കൂടുതലായിരിക്കും അല്ലേ? ആകർഷണ ബലം കുറയുമ്പോൾ അയോണീകരണ ഊർജ്ജവും കുറയും. അതായത് ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോഴാണല്ലോ ആകർഷണ ബലം കുറയുന്നുണ്ടാവുക. അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു?
അയോണീകരണ ഊർജ്ജവും കുറയുന്നു. വലിപ്പം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? അയോണീകരണ ഊർജ്ജം കുറയുന്നു. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് പീരിയോഡിക് ടേബിൾ എങ്ങനെ പറയാൻ പറ്റും? ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം വലിപ്പം എന്താ സംഭവിക്കുന്നത്? ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നു, അപ്പോൾ വലിപ്പവും കൂടുന്നു. വലിപ്പം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും അറ്റത്തുള്ളതിനെ ആകർഷിക്കാനുള്ള ഇത് കുറയും, അപ്പോൾ ആകർഷണ ബലം കുറയും. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? അയോണീകരണ ഊർജ്ജവും കുറയും. എന്നാൽ പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ന്യൂക്ലിയർ ഊർജ്ജം കൂടുതലാണ്, ആകർഷണ ബലം കൂടുതലാണ്, വലിപ്പം കുറവാണ്. അപ്പോൾ എന്തായിരിക്കും? അയോണീകരണ ഊർജ്ജം കൂടുതലായിരിക്കും. അപ്പോൾ പോസിറ്റീവ് അയോൺ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ടാണ്. അപ്പോൾ വലിപ്പം കുറയുമ്പോൾ അയോണീകരണ ഊർജ്ജം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? വിട്ടുകൊടുക്കാനുള്ള ഒരു പ്രവണത കുറയും. അപ്പോൾ എന്താ? പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണത കുറയുന്നു. നമ്മളെ പീരിയോഡിക് ടേബിളിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകം എവിടെയാണല്ലേ? ഫ്ലൂറിനാണല്ലേ? വലത്ത് ടോപ്പിലാണെന്നുള്ളത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകമുള്ളത്. ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ പോസിറ്റീവ് മൂലകങ്ങളെന്നും രാസപ്രവർത്തന വേളയിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ അലോഹങ്ങളെ നെഗറ്റീവ് മൂലകങ്ങളെന്ന് പറയുന്നു. അതായത് ലോഹങ്ങൾ എന്താ? ഒന്ന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു 1-2 ഗ്രൂപ്പിലൊക്കെ എന്താ? ലോഹങ്ങളാണ്. അപ്പോൾ അവരെന്താ? പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ അലോഹങ്ങൾ എന്താ ചെയ്യുന്നത്? അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ നെഗറ്റീവാണ്, അതായത് നെഗറ്റീവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നെഗറ്റിവിറ്റി കൂടിയ ഫ്ലൂറിൻ നമ്മൾ പീരീഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നെഗറ്റിവിറ്റി മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അവർ അലോഹങ്ങളാണ്. നെഗറ്റീവ് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് ലോഹങ്ങളാണ്. പോസിറ്റീവ് മൂലകങ്ങൾ ലോഹങ്ങൾ, നെഗറ്റീവ് മൂലകങ്ങൾ അലോഹങ്ങളുമാണ്. ഇനി എന്താണ് ഉപലോഹങ്ങൾ? ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളെയാണ് ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. ലോഹങ്ങളും അലോഹവും പ്രദർശിപ്പിക്കുന്നതിനെ ഉപലോഹങ്ങൾ എന്ന് പറയുന്നു. സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം എന്നിവ എന്താണ്? ഉപലോഹങ്ങളാണ്. പഠിച്ചു വെച്ചേക്കുക. സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം. സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം എന്നിവ എന്താണ്? ഉപലോഹങ്ങളാണ്. ഒന്നും കൂടി പറയാം. സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം. തൃക്കങ്ങൾ ആരുടെയാണ്? ഡോബറൈനറിൻ്റെയാണ്. ന്യൂലാൻഡ്സ് ഏതാ? അഷ്ടമ നിയമം. ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വർഗീകരിച്ചത് ലാവോസിയറാണ്. ആധുനിക പീരിയോഡിക് നിയമം ആരുടെയാണ്? മെൻഡലീഫിൻ്റെയാണ്. ഹെൻറി മോസ്ലിൻ്റെയാണ്. ഇനി നമുക്ക് പീരിയോഡിക്കിൻ്റെ കാര്യം ഒന്നും കൂടി പറയാം. എങ്ങനെയാണ്? ഒരു കൺഫ്യൂഷനായി പോകരുത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും നമ്മൾ പറഞ്ഞു പീരീഡിൻ്റെ എണ്ണമാണ് ഷെല്ലിൻ്റെ എണ്ണം. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യുന്നു? ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? വലിപ്പം കൂടുന്നു. വലിപ്പം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ ഷെല്ലുണ്ടാവും. അപ്പോൾ ആകർഷണ ബലം എന്തായിരിക്കും? കുറവായിരിക്കും. ആകർഷണ ബലം കുറയുന്ന സമയത്ത് തന്നെ അപ്പോൾ ന്യൂക്ലിയർ ഊർജ്ജവും കുറവായിരിക്കും. ആകർഷണ ബലവും ന്യൂക്ലിയർ ഊർജ്ജവും കുറവാണെങ്കിൽ എന്തായിരിക്കും? അവിടെ ഒരു ഇലക്ട്രോണിന് പുറത്തേക്ക് പോകാനുള്ളൊരു പ്രവണത കൂടുതലായിരിക്കും. അതായത് അയോണീകരണ ഊർജ്ജവും കുറവായിരിക്കും. എന്നാൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയർ ഊർജ്ജം കൂടുതലാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയർ ഊർജ്ജം കൂടുമ്പോൾ എന്താ? ആകർഷണ ബലം കൂടുതലാണ്. അതിൻ്റെ ഫലമായിട്ട് വലിപ്പം കുറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്താ? അയോണീകരണ ഊർജ്ജം കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു ആറ്റം പോസിറ്റീവ് അയോൺ ആവുന്നതിനെ അതായത് ഒന്ന് വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് ആവുന്നതിന് പോസിറ്റിവിറ്റി എന്നും സ്വീകരിക്കുന്നതിന് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു. ആരാണ് വിട്ടുകൊടുക്കുന്നത്? ലോഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ എവിടെയായിരിക്കും? ഇടതുഭാഗത്ത് പോസിറ്റിവിറ്റി ആയിരിക്കും. വലത്തോട്ട് പോകുന്തോറും എന്ത് ചെയ്യും? പോസിറ്റിവിറ്റി കുറഞ്ഞു വരും. അതായത് എന്ത് കൂടും? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് വലത്തോട്ട് പോകുന്തോറും ആകെ കുറയുന്ന സാധനം എന്താ? വലിപ്പം മാത്രമാണ് കുറയുന്നത്. ബാക്കി അയോണീകരണ ഊർജ്ജമാണെങ്കിലും ന്യൂക്ലിയർ ഊർജ്ജമാണെങ്കിലും ആകർഷണമാണെങ്കിലും ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ് കൂടുതലാണ് ചെയ്യുന്നത്. എന്നാൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? വലിപ്പം മാത്രമാണ് കൂടുന്നത്. ബാക്കി ആകർഷണബലം, ന്യൂക്ലിയർ ഊർജ്ജം, അയോണീകരണ ഊർജ്ജം എല്ലാം എന്ത് ചെയ്യാണ്? കുറയുകയാണ് ചെയ്യുന്നത്. പോസിറ്റിവിറ്റി എന്ത് ചെയ്യാണ്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ 1ാമത്തെ കെമിസ്ട്രീൻ്റെ പാഠപുസ്തകം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2ാം ഭാഗത്തിലാണ് അടുത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.